എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത മലയാളത്തിലെ 10 ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമായിട്ടാണ്. ഒരു കാരണവശാലും വിട്ടുകളയരുത്. അവസാന നിമിഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോലും പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. കൂടുതൽ ആമുഖങ്ങളില്ലാതെ കടക്കാം. ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത മലയാളത്തിലെ ആ 10 ചോദ്യങ്ങളിലേക്ക്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഉത്തരം പറയാനായിട്ട് ഒരു ശ്രമം നടത്തുക, അതിനുശേഷം മാത്രം ഉത്തര സൂചിക നോക്കുക. ചോദ്യം ഇതാണ്. വിപരീത പദം എഴുതുക. ശാന്തം. ശാന്തം എന്ന വാക്കിന്റെ വിപരീത പദം ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ്? ദ്വേഷം, ഗർഹ്യം, ശിഥിലം, ഉഗ്രം. ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു മലയാള പഠനത്തിൽ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉത്തരം ആദ്യമേ ഒരു കടലാസിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം തുടർന്ന് കാണുക. ശാന്തം എന്ന വാക്കിന്റെ വിപരീത പദം ചുവടെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉഗ്രം ആണ് ശരിയായ ഉത്തരം. ഇനി ശാന്തത്തിന് വിപരീതമായിട്ട് ഉഗ്രം മാത്രമേ വരൂ എന്നുണ്ടോ? ഇല്ല. ഈ 4 ഓപ്ഷനിൽ ശാന്തത്തിന്റെ വിപരീതമായിട്ട് പറയാൻ കഴിയുന്നത് ഉഗ്രം മാത്രമാണ് എന്നേ ഇതിനർത്ഥമുള്ളൂ. അങ്ങനെയെങ്കിൽ ശാന്തത്തിന്റെ മറ്റ് വിപരീത പദങ്ങൾ ഏതൊക്കെയാണ്? ദാ നോക്കാം. അശാന്തം, വീരം, രൗദ്രം, ഉഗ്രം എന്നിങ്ങനെ 4 വിപരീത പദങ്ങളുണ്ട്. ആർക്ക്? ശാന്തം എന്ന പദത്തിന്. വേണമെങ്കിൽ ഇത് പ്രസ്താവന ചോദ്യമായിട്ട് വന്നുകൂടെ? ചുവടെ തന്നിട്ടുള്ളതിൽ ശാന്തത്തിന്റെ വിപരീതമായിട്ട് പരിഗണിക്കാവുന്ന വാക്കുകൾ ഏത് എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4 അക്കമിട്ട് തരുന്നു. ABCDയിൽ 1 ശരി, 2 ശരി, 1ഉം 2ഉം മാത്രം ശരി, 1ഉം 2ഉം 3 ശരി, 1 മുതൽ അല്ലെങ്കിൽ 4ഉം ശരി എന്നിങ്ങനെയൊക്കെ ഓപ്ഷനിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലയാളത്തിൽ ഒരു വാക്കിന് ഒരു വിപരീത പദം മാത്രമല്ല, ഒന്നിലധികം വിപരീത പദങ്ങൾ ഉണ്ടാകാം എന്ന കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഇത് പറയാറുള്ളതാണ്. എന്നാലും ഒരിക്കൽ കൂടി ഇത് ഓർക്കുക. മറ്റൊരു വാക്കിലേക്ക് കടക്കുന്നു. ശിഥിലം എന്ന വാക്കിന്റെ വിപരീത പദം. രണ്ടുണ്ട് വിപരീതം. ദൃഢം, ഗാഠം. രണ്ടും എന്തിന്റെ വിപരീതമാണ്? ശിഥിലത്തിന്റെ വിപരീതമാണ്. ദൃഢവും ഗാഠവും. അതുപോലെ രാഗം എന്ന വാക്കിന്റെ വിപരീത പദമാണ് ഏത്? ദ്വേഷം. രാഗം, സ്നേഹം എന്ന അർത്ഥം വരുന്ന വാക്ക് രാഗം, അതിന്റെ വിപരീതം ദ്വേഷം. മറ്റൊരു വാക്ക് നോക്കാം. ശ്ലാഘ്യം. ശ്ലാഘ്യം എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കപ്പെടേണ്ടത് എന്നാണ് പ്രയോഗത്തിനർത്ഥം. അതിന് വിപരീതമായിട്ട് വെറുക്കപ്പെടേണ്ടത് എന്ന അർത്ഥം വരുന്ന വാക്ക് ഗർഹ്യമാണ്. അതുപോലെ സൂക്ഷ്മം എന്ന വാക്കിന്റെ വിപരീതം സ്ഥൂലമാണ്. എന്തോ സൂക്ഷ്മമായിട്ട്, ഫോക്കസ് എന്നുള്ള അർത്ഥത്തിൽ സൂക്ഷ്മം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. മൊത്തത്തിൽ ജനറൽ എന്നുള്ള അർത്ഥത്തിൽ സ്ഥൂലം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. നീളം കുറഞ്ഞത് ഹ്രസ്വമാണെങ്കിൽ നീളം കൂടിയത് എന്ന അർത്ഥം വരുന്ന വാക്ക് ദീർഘമാണ്. ഇതുപോലെ പലർക്കും മാറിപ്പോകാറുള്ള വാക്കാണ് ഹ്രസ്വവും ഹ്രാസവും. മാറിപ്പോകരുതേ. ഹ്രാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചുരുങ്ങിയത് എന്നാണ്. ഹ്രാസം എന്ന വാക്കിന് സങ്കോചം എന്നാണ് അർത്ഥം. ഹ്രാസത്തിന്റെയും സങ്കോചത്തിന്റെയും വിപരീത പദമായിട്ട് ഉപയോഗിക്കാവുന്ന വാക്കാണേത്? വികാസം. വികാസത്തിന്റെ വിപരീതമായിട്ട് സങ്കോചം ഉപയോഗിക്കാം. അതുപോലെ ഹ്രാസം എന്ന വാക്കും വികാസത്തിന്റെ വിപരീതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കിട്ടിയല്ലോ? ഒരുമാതിരി അല്ലെ, ഒരു സമീപകാലത്ത് ചോദിച്ച, ആവർത്തിച്ച് ചോദിച്ച വിപരീത പദങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്. ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. 2, പറയുന്നത് അവൾക്കും കേൾക്കാം. 3, ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരം എന്നതാണല്ലോ ശരി. 4, ഓരോ കടയിലും കയറണം. ഇതിൽ ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവും ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 2ഉം 4ഉം. അതായത് 1ാമത്തെ വാക്യവും 3ാമത്തെ വാക്യവും തെറ്റാണ്. 4ാമത്തെ വാക്യവും 2ാമത്തെ വാക്യവും മാത്രമാണ് തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യങ്ങൾ. അപ്പൊ ബാക്കിയുള്ള വാക്യങ്ങളിലെ തെറ്റ്, അതായത് 1ലും 3ലും എന്താണ് സംഭവിച്ചിട്ടുള്ള തെറ്റ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെ? എന്താണ് 1ാമത്തെ വാക്യം? കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഇവിടെ
പഠിക്കുക, കളിക്കുക എന്നിങ്ങനെ രണ്ട് ക്രിയകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടിന് ശേഷവും ഒരുപോലുള്ള പ്രത്യയങ്ങളാണ് ചേരേണ്ടത്. പഠിക്കുന്നതിന് എന്ന് പറയുമ്പോൾ കളിക്കുക എന്നതിന് ശേഷം എന്തു പറയണം? കളിക്കുന്നതിനും എന്ന് പറയണം. അല്ലെങ്കിലോ പഠിക്കാനും കളിക്കാനുമുള്ള രണ്ടിടത്തും ഒരേപോലെയുള്ള പ്രത്യയങ്ങളാണ് ചേരേണ്ടത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ വാക്യം തെറ്റായത്. ഇനി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വന്നാലോ, ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരം എന്നതാണല്ലോ ശരി. അപ്പൊ അങ്ങനെയാണോ വരേണ്ടത്? അല്ല, ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരവും എന്നതാണല്ലോ ശരി. അങ്ങനെയാണ് ആ വാക്യം വരേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് മൂന്നാമത്തെ വാക്യം തെറ്റായ വാക്യമായത്. ഇനി രണ്ടാമത്തെ വാക്യം മറ്റൊരു തരത്തിലും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പറയുന്നത് അവൾക്കും കൂടി കേൾക്കാം. പറയുന്നത് അവൾക്കും കൂടി കേൾക്കാം. പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിൽ തെറ്റൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ കാരണം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. പക്ഷെ അതിലെ തകരാർ എന്താണ്? എന്ന ശബ്ദവും കൂടി എന്ന ശബ്ദവും ഒരു വാക്യത്തിൽ വരരുത് എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ പറയുന്നത് അവൾക്കും കേൾക്കാം, അല്ലെങ്കിലോ പറയുന്നത് അവൾക്ക് കൂടി കേൾക്കാം എന്ന് വേണം വാക്യം രചിക്കാനായിട്ട്. ആ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്ന ശബ്ദത്തിനും കൂടി എന്ന ശബ്ദത്തിനും ഒരേ അർത്ഥമാണ് ഉള്ളത്. അതുപോലെ മറ്റൊരു വാക്യം, ഓപ്ഷൻ നാലാമത്തെ വാക്യം നോക്കിക്കേ. ഓരോ കടയിലും കയറണം. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ളത് ഓരോ കടകളിലും കയറണം എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വരാം. ഓരോ കടകളിലും കയറണം. അങ്ങനെ പറയരുത്. ഒന്നുകിൽ എല്ലാ കടകളിലും കയറണം, അല്ലെങ്കിൽ ഓരോ കടയിലും കയറണം. ഓരോ എന്ന് പറയുമ്പോൾ ഒന്ന് അല്ലെ, സിംഗുലറിനെ കുറിക്കുന്നു, ഏകവചനത്തെ കുറിക്കുന്നു. അപ്പൊ കട എന്ന പദം, അല്ലെങ്കിൽ അവിടെ എന്തു ആകട്ടെ, വീട് വന്ന വീട് എന്നേ പറയാവുള്ളൂ. വീടുകൾ എന്നവിടെ വരാൻ പാടില്ല. വീട്, കട അങ്ങനെയുള്ളത് ബഹുവചനമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനു മുൻപിൽ ഓരോ എന്ന ശബ്ദം ചേർക്കരുത്. എങ്ങനെ ചേർക്കണം? എല്ലാ കടയിലും കയറണം, എല്ലാ വീട്ടിലും കയറണം. അതുപോലെ വേറൊരു തരത്തിലും ചോദ്യം വരാറുണ്ട്, ഓരോ കടതോറും കയറണം. അതും തെറ്റായ പ്രയോഗമാണ്. ഒന്നുകിൽ കടതോറും കയറണം, അല്ലെങ്കിൽ ഓരോ കടയിലും കയറണം എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേ മാതൃകയിൽ പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചില വാക്യങ്ങൾ പരിശോധിക്കാം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. അല്ലെ, ഒന്നാമത്തെ വാക്യം ഇതായിരുന്നു. അത് രണ്ടു തരത്തിൽ ശരിയാക്കാം എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാ? ഒന്നുകിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. അതല്ലെങ്കിലോ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. രണ്ട് തരത്തിൽ ആ വാക്യം കൃത്യമായിട്ട് എഴുതാവുന്നതാണ്. കണ്ടോ? ഒന്നുകിൽ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനുമുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ. അങ്ങനെയാണ് ആ വാക്യം ശരിയായ വാക്യമാക്കേണ്ടത്. മറ്റൊന്ന്, പരീക്ഷയ്ക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ആ വാക്യം എഴുതാവോ? പാടില്ല. ഈ വാക്യവും രണ്ടു തരത്തിൽ ശരിയാക്കാം. ആദ്യം നോക്കൂ, ആദ്യം രാമുവും പിന്നീട് രാജുവും വന്നു ചേർന്നു. ഇനി ഇങ്ങനെ ശരിയാക്കാം. അതല്ലെങ്കിലോ രാമുവിനെ ആ വാക്യത്തിന്റെ തുടക്കത്തിൽ വെച്ചുകൊണ്ടും ഈ വാക്യം ശരിയാക്കാം. എങ്ങനെയാ? രാമു ആദ്യവും രാജു പിന്നീടും വന്നു ചേർന്നു എന്ന് പറഞ്ഞാലും വാക്യം ശരിയാണ്. അങ്ങനെ രണ്ട് തരത്തിൽ ഈ വാക്യം ശരിയാക്കാവുന്നതാണ്. അടുത്തത് നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമാണ്. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. കണ്ടോ? എന്ന ശബ്ദവും കൂടി എന്ന ശബ്ദവും രണ്ടും കൂടി ഒരു വാക്യത്തിൽ വരേണ്ടതില്ല. ഒന്നുകിൽ പാടുന്നത് അവൾക്കും കേൾക്കാം, അല്ലെങ്കിലോ പാടുന്നത് അവൾക്ക് കൂടി കേൾക്കാം. അതാണ് ശരിയായ പ്രയോഗം. പിന്നെ നേരത്തെ പറഞ്ഞത് ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരം എന്നതാണല്ലോ ശരി. അങ്ങനെയല്ല, ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരവും എന്നതാണല്ലോ ശരി. അതാണ് കൃത്യമായ പ്രയോഗം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. വാഗതീതം എന്ന വാക്ക് പിരിച്ചെഴുതുക.
വാഗതീതം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? വാക്കിന് അതീതമായിട്ടുള്ളത് എന്നാണ് വാഗതീതം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. വാഗതീതം എങ്ങനെ പിരിച്ചെഴുതും? വാഗ് അധികം അതീതം, വാക്ക് അധികം അതീതം, വാക് അധികം അതീതം, വാഗ അധികം അതീതം. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സ്ലൈഡ് കാണുക. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വാഗ് അധികം അതീതമാണ് എന്താകുന്നത്? വാഗതീതം ആകുന്നത്. ഇവിടെ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പൂർവപദത്തിന്റെ ഒടുവിലുള്ള വാക്ക് ഖരവർണ്ണത്തിൽ അവസാനിക്കില്ല, ക്ഷമിക്കണം, കൂട്ടക്ഷരത്തിൽ അവസാനിക്കില്ല എന്ന കാര്യം ആദ്യം തിരിച്ചറിയുക. മറ്റൊന്ന് തിരിച്ചറിയേണ്ടത് എന്താണ്? പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം ചേർത്തെഴുത്തിൽ എപ്പോഴും എന്തായി മാറും? മൃദുവായിട്ട് മാറും. ഏതൊക്കെയാ മലയാളത്തിലെ ഖരവർണ്ണങ്ങൾ? അല്ലെ, നമ്മൾ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമം പഠിച്ചിട്ടുണ്ട്. ഖരവർണ്ണങ്ങൾ ഏതൊക്കെയാ? ക, ച, ട, ത, പ. ഈ പറയുന്ന 5 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് സന്ധി സംഭവിക്കുമ്പോൾ ആദ്യത്തെ വാക്കിന്റെ ഒടുവിൽ വരുന്നതെങ്കിൽ ചേർത്തെഴുത്തിൽ ആ അക്ഷരങ്ങൾ എന്തായി മാറും? മൃദുക്കളായിട്ട് മാറും. ഏതൊക്കെയാ മൃദുവർണ്ണങ്ങൾ? കായുടെ മൃദു ഗ, ചായുടെ ജ, ടായുടെ ഡ, തായുടെ ദ, പായുടെ ബ. ഇങ്ങനെ 5 ഖരവർണ്ണങ്ങൾക്ക് 5 മൃദുക്കളുണ്ട്. പൂർവപദത്തിന്റെ ഒടുവിൽ ഈ പറയുന്ന 5 ഖരവർണ്ണങ്ങൾ ഏതെങ്കിലും വന്നാൽ ചേർത്തെഴുത്തിൽ ആ ഖരവർണ്ണങ്ങൾ എന്തായി മാറുന്നു? മൃദുക്കളായി മാറുന്നു. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഗതീതം എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതേ മാതൃകയിലുള്ള ചില വാക്കുകൾ പരിശോധിക്കാം. വാക്ക് അധികം അർത്ഥങ്ങൾ. കണ്ടോ, പൂർവപദത്തിന്റെ ഒടുവിൽ ക എന്ന ഖരവർണ്ണമാണ് വന്നത്. ചേർത്തെഴുത്തിൽ ക എന്തായിട്ട് മാറി? ഗായായിട്ട് മാറി. വാഗ് അധികം ദാനമാണ് എന്താകുന്നത്? വാഗ്ദാനമാകുന്നത്. കണ്ടോ? അതുപോലെ വാഗ്വാദം എന്ന വാക്ക് ശ്രദ്ധിക്കുക. വാഗ്വാദം, വാ എന്ന അക്ഷരം ചേർത്തെഴുത്തിൽ എന്തായി മാറും? ഈ ചിഹ്നമായിട്ട് മാറും അല്ലെ, നമുക്കതറിയാവുന്നതാണ്. വാക് അധികം വാദം എന്തായി? വാഗ്വാദമായി. അപ്പൊ ഈ വാ എവിടെ പോയി എന്നൊരു സംശയം വേണ്ട. ചേർത്തെഴുത്തിൽ വാ ആരായിട്ട് മാറും? ചിഹ്നമായിട്ട് മാറും എന്ന് നമുക്കറിയാം അല്ലെ. ഋക്കുകളുടെ വേദമാണ് എന്താകുന്നത്? ഋഗ്വേദമാകുന്നത്. ഋക് അധികം വേദം എന്താകുന്നു? ഋഗ്വേദമാകുന്നു. ഋഗ്വേദത്തിലും വാഗ്വാദത്തിലും ഒരേ സന്ധി നിയമമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ മറ്റൊന്ന് നോക്കിക്കേ. വാഗ് അധികം മയം വാങ്മയം. ഇവിടെ എന്താണ് ഗാ വരാത്തത്? ഇവിടെ എന്തുകൊണ്ടാണ് ങാ വന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. എന്താണ് അതിന് കാരണം? ഉത്തരപദത്തിന്റെ ആദിയിലുള്ള വർണ്ണം അനുനാസികമാണെങ്കിൽ. ഏതാ അനുനാസികം? വർഗാക്ഷരങ്ങളിൽ വലത്തെ അറ്റത്ത് കാണുന്ന 5 അക്ഷരങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? അനുനാസികങ്ങൾ അല്ലെങ്കിൽ പഞ്ചമങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാ അനുനാസികങ്ങൾ? നമുക്കൊന്ന് നോക്കാം. അനുനാസിക വർണ്ണങ്ങൾ മൂക്കിന്റെ സഹായത്തോടു കൂടി മാത്രം ഉച്ചരിക്കാൻ സാധിക്കുന്ന ആ 5 വർണ്ണങ്ങളെയാണ് അനുനാസികങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാ മലയാളത്തിലെ അനുനാസികങ്ങൾ? കണ്ടോ, മൂക്കിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഉച്ചരിക്കാൻ സാധിക്കൂ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. സന്ധി സംഭവിക്കുമ്പോൾ രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് ഈ പറയുന്ന 5 അനുനാസികങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ ചേർത്തെഴുത്തിൽ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം എന്തായി മാറും? അതിന്റെ അനുനാസികമായിട്ട് മാറും. കായുടെ അനുനാസികം ഏതാ? ങായാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏതക്ഷരം വന്നത്? ങ എന്ന അക്ഷരം വന്നത്. കിട്ടിയോ? അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കിക്കേ. ആപത്ത് അധികം നാശം. ഇവിടെ പൂർവപദത്തിന്റെ ഒടുവിൽ ത എന്ന ഖരവർണം വന്നിരിക്കുന്നു. ഉത്തരപദത്തിന്റെ ആദിയിൽ ന എന്ന അനുനാസികമാണ് വന്നിട്ടുള്ളത്. അപ്പൊ തായുടെ അനുനാസികം ഏതാ? അപ്പോ ആപത്ത് അധികം നാശം എന്നുള്ളത് ഈ താ കൂടി എന്തായി മാറി? നായായിട്ട് മാറി. കാര്യം പിടികിട്ടിയോ?
പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം ബാക്കിയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്തായാൽ മതി? മൃദു ആയാൽ മതി. പക്ഷേ രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് ഏതെങ്കിലും ഒരു അനുനാസിക വർണ്ണമാണ് വരുന്നതെങ്കിൽ, നമയാണ് വരുന്നതെങ്കിൽ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണവും എന്തായി മാറണം? അനുനാസികമായി മാറണം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില 2 ഉദാഹരണം കൂടി ഇവിടെ സൂചിപ്പിക്കാം. ഹൃത്ത് അധികം രോഗം എന്താണ്? ഹൃദ്രോഗമാണ്. കണ്ടോ? പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം എന്തായി മാറി? ദ എന്ന മൃദുവായിട്ട് മാറി. ത്വക്ക് അധികം രോഗം കണ്ടോ? എന്തായി മാറി? ത്വഗ്രോഗമായിട്ട് മാറിയിരിക്കുന്നു. കണ്ടോ? രാ എന്ന ശബ്ദം ഏത് ചിഹ്നമായിട്ട് മാറും? ഈ ചിഹ്നമായിട്ട് മാറും അല്ലെ? കാ വരുമ്പോ ക്ര, ശ്ര, പ്ര, ട്ര എന്നൊക്കെ വരും അല്ലെ? ഇവിടെ ഏതെങ്കിലും ഒരു അക്ഷരം ചേർത്താൽ അതിന്റെ ഉച്ചാരണം അങ്ങനെയായി മാറും അല്ലെ? അപ്പൊ രാ എന്ന ശബ്ദത്തിന്റെ ചിഹ്നമാണ് ഏത്? ഈ കാണുന്ന അല്ലെ? ഇടതുവശത്ത് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നത് പോലെ ഉപയോഗിക്കുന്ന ആ ചിഹ്നം രാ എന്ന ഉച്ചാരണത്തെയാണ് കുറിക്കുന്നത്. ഹൃത്ത് അധികം രോഗം എന്ന് പറയുന്നിടത്ത് പൂർവപദത്തിന്റെ ഒടുവിലുള്ള ത മൃദുവായി മാറുന്നതിനോടൊപ്പം രാ എന്ന ശബ്ദം ചിഹ്നമായിട്ടും മാറുന്നുണ്ട്. അതുപോലെ ത്വഗ്രോഗത്തിലും ത്വക് അധികം രോഗം ത്വഗ്രോഗമായിട്ടും മാറുന്നു. കിട്ടിയോ? കാര്യം മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി വരുന്നത് കലാ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെയധികം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ചുവടെ തന്നിട്ടുള്ളതിൽ ആരാണ് എന്നതാണ് ചോദ്യം. നങ്ങ്യാര്, വിദൂഷകൻ, മിനുക്ക്, ദാരികൻ, ഇതിൽ ആർക്കാണ് കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ളത് എന്നാണ് ചോദ്യം. കൂടിയാട്ടം എന്ന് പറയുന്നത് സംസ്കൃത നാടകമാണെന്ന് നമുക്കറിയാം. അതിൽ മലയാളം സംസാരിക്കാൻ അവകാശമുള്ള ഒരു കഥാപാത്രമേ ഉള്ളൂ. ആ കഥാപാത്രം ഏത്? ഉത്തരം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സ്ലൈഡ് കാണുക. ശരിയായ ഉത്തരം വിദൂഷകനാണ്. വിദൂഷകൻ മാത്രമാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ നങ്ങ്യാരും വിദൂഷകനും മാത്രമാണ് കൂടിയാട്ടത്തിലെ കഥാപാത്രങ്ങൾ. മിനുക്ക് എവിടെയാ വരുന്നേ? കഥകളിയിലെ 5 വേഷങ്ങളുണ്ട് അല്ലെ? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അതിൽ മിനുക്ക് എന്നുള്ളത് സന്യാസികൾക്കും സ്ത്രീകൾക്കും കൊടുത്തിട്ടുള്ള വേഷമാണ്. അപ്പൊ ഓപ്ഷൻ സി കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ദാരികൻ. ദാരികൻ കഥാപാത്രമായി വരുന്നത് എവിടെയാണ്? മുടിയേറ്റിലാണ്. കൂടിയാട്ടത്തിലല്ല, മുടിയേറ്റിലാണ് ദാരികൻ കഥാപാത്രമായിട്ട് വരുന്നത്. ദാരിക വധമാണ് മുടിയേറ്റിലെ പ്രമേയം. എന്തു തന്നെയാണെങ്കിലും നമുക്ക് കൂടിയാട്ടം, കഥകളി, മുടിയേറ്റ് എന്നീ കലാരൂപങ്ങളെ കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. പരീക്ഷയ്ക്ക് ആവർത്തിച്ചു ചോദിക്കാറുള്ളതാണ്, വിട്ടുകളയാനേ പാടില്ല. ഓക്കെ, ആദ്യം കൂടിയാട്ടത്തിലേക്ക്. കൂടിയാട്ടം കണ്ടിട്ടുണ്ടോ? ഇതാണ് കൂടിയാട്ടത്തിന്റെ ഒരു രംഗം അല്ലെ? പുറകിലിരുന്ന് 2 പേർ എന്ത് വായിക്കുന്നുണ്ട്? മിഴാവ് വായിക്കുന്നുണ്ട്. നമ്മുടെ തുള്ളൽ കഥകളിലൊക്കെ കാണുന്നത് പോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ നടക്കുമ്പോ അല്ലെ പുറകിൽ മിഴാവ് കൊട്ടും. ചാക്യാർ കൂത്ത് നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയതിന്റെ ഫലമായിട്ടാണ് അല്ലെ പിൽക്കാലത്ത് ഏത് കലാരൂപം ഉണ്ടായത്? തുള്ളൽ പ്രസ്ഥാനം ഉണ്ടായത്. തുടങ്ങിയ ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് കൂടിയാട്ടമാണ്. കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യവും ഏത് തന്നെയാണ്? മിഴാവ് തന്നെയാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കൂടിയാണ് ഏത്? കൂടിയാട്ടം. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാണ് ഏത്? കൂടിയാട്ടം. ചാക്യാന്മാരും നങ്ങ്യാന്മാരും കൂടി സംസ്കൃത നാടകം അഭിനയിക്കുന്നതിനെയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. 2 പേരും കൂടി കൂടിയാടുന്നത് കൂടിയാട്ടം. പിന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ചാക്യാരും നങ്ങ്യാരും എന്നൊക്കെ ഒന്നിച്ചെഴുതുമ്പോ പലരും തെറ്റിദ്ധരിക്കും ചാക്യാരുടെ എതിർലിംഗ പദമാണ് നങ്ങ്യാര് എന്നുള്ളത്. അല്ല കേട്ടോ, ചാക്യാരുടെ എതിർലിംഗ പദമല്ല. നമ്പ്യാർ എന്ന വാക്കിന്റെ എതിർലിംഗ പദമാണ് ഏത്? നങ്ങ്യാർ. നമ്പ്യാരുടെ എതിർലിംഗ പദമാണ് ഏത്? നങ്ങ്യാര്. അതുപോലെ ചാക്യാർ എന്ന വാക്കിന്റെ എതിർലിംഗ പദം ഏതാണ്? ചാക്യാരുടെ എതിർലിംഗ പദം ഇല്ലൊടമ്മയാണ് കേട്ടോ. ചാക്യാർ, ഇല്ലൊടമ്മ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടേ, മറക്കരുത്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കേ.
സന്ദർഭാനുസൃതമായി സ്വരങ്ങൾ പ്രയോഗിച്ചു ചൊല്ലുന്ന വാക്യത്തിനാണ് വാചികാഭിനയം എന്ന് പറയുന്നത്. കൂടിയാട്ടത്തിലെ വാചികാഭിനയത്തിന് ആധാരമായി മൂലനാടകത്തിലെ പദ്യഗദ്യങ്ങൾക്ക് പുറമെ വിദൂഷകന്റെ തമിഴും മണിപ്രവാളവും ഉപയോഗിക്കുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞ വാക്യത്തിനുള്ള വിശദീകരണം. ഈ മണിപ്രവാളം എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിന്റെ പ്രാഗ്രൂപമാണ്, മലയാളത്തിന്റെ ആദിമ രൂപമാണ്. അവിടെ വിദൂഷകൻ തമിഴും മണിപ്രവാളവും ഉപയോഗിക്കുന്നു. കേൾക്കുന്നവർക്ക് അത് മലയാളമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ മലയാളം പറയാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് ആര്? വിദൂഷകൻ. കിട്ടിയല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്നിങ്ങനെ 4 വിധം അഭിനയങ്ങളെ കൂട്ടിയിണക്കി നൃത്തവാദ്യങ്ങളോടുകൂടി അഭിനയിക്കുന്ന സംസ്കൃത നാടകമാണ് കൂടിയാട്ടം. അപ്പൊ ഇങ്ങനെ ഒരു കാരണം കൂടിയുണ്ട് പേരിന്റെ പിന്നില്. ചാക്യാരും നങ്ങ്യാരും കൂടിയാടുന്നത് കൊണ്ട് കൂടിയാട്ടം എന്ന് ചിലർ പറയുന്നു. അതല്ല, 4 വിധത്തിലുള്ള ചതുർവിധാഭിനയങ്ങൾ, ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം, ഇങ്ങനെ 4 വിധം അഭിനയങ്ങളെ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ കലാരൂപത്തിന് കൂടിയാട്ടം എന്ന് പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട്. ചാക്യാർ പുരാണ കഥ പറയുന്നതിനെ ചാക്യാർ കൂത്തെന്നും നങ്ങ്യാർ പുരാണ കഥ പറയുന്നതിനെ നങ്ങ്യാർ കൂത്ത് എന്നും പറയുന്നു. അഭിനയകലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തെ അഭിനയത്തിന്റെ അമ്മ എന്നും വിശേഷിപ്പിക്കുന്നു. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ് കേട്ടോ. കഥകളിക്കും കൂടിയാട്ടത്തിനുമെല്ലാം കാലക്രമത്തിൽ പല പല പരിഷ്കാരങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കൂടിയാട്ടത്തിന് ഏകദേശം 8 നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ 800 വർഷത്തിന്റെ പഴക്കം മാത്രമേ അവകാശപ്പെടാനുള്ളൂ. പക്ഷേ കൂടിയാട്ടത്തിന്റെ പ്രാരംഭം എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ്. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്ന് എന്നാണ് കൂടിയാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. അതിന്റെ കൃത്യമായ പഴക്കം എത്രയാണെന്ന് ഇതുവരെ കണക്ക് കൂട്ടാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ കാണുന്ന കൂടിയാട്ടത്തിന്റെ പരിഷ്കാരം സംഭവിച്ചത് ഒരു 800 കൊല്ലം മുമ്പാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനും സാധിക്കും. പിന്നെ കൂടിയാട്ടത്തിന് ഇന്ന് സാധാരണയായി ഉപയോഗിക്കുന്നത് 2 മിഴാവുകളാണ്. വായഭാഗത്ത് തുകൽ കെട്ടിയ ചെമ്പ് കൊണ്ടുള്ള പ്രത്യേക രൂപത്തിലുള്ള ഒരു കുടത്തെയാണ് മിഴാവ് എന്ന് പറയുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഒരു ചരിത്ര വസ്തുവായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അത് കണ്ടിട്ടും ഉണ്ടാകും അല്ലെ? പ്രാചീന കാലത്ത് മൺകുടമാണ് ഉപയോഗിച്ചിരുന്നത്. മിഴാവ് കൊട്ടുന്ന രീതിക്ക് തിമിലയുമായിട്ടാണ് സാമ്യം. ഇപ്പോ മിഴാവിന് പുറമെ അല്ലെ, പണ്ട് കൂടിയാട്ടത്തിന് മിഴാവായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദ്യം വരാം. കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യോപകരണം ഏത്? ചോദിച്ചിട്ടുമുണ്ട് പരീക്ഷയ്ക്ക്. ഉത്തരം എന്ത് തന്നെയാണ്? മിഴാവാണ്. ഇപ്പോ മിഴാവിന് പുറമെ ഇടയ്ക്ക, കുറുങ്കുഴല്, ഇലത്താളം മുതലായവയും ഉപയോഗിക്കുന്നു. കിട്ടിയല്ലോ. അപ്പോ നമ്മുടെ ചാക്യാർകൂത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കൂടിയാട്ടത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. കണ്ടോ, 2 തരത്തിലുള്ള മിഴാവ് കൊട്ടുന്നവരെ ചിത്രത്തിൽ നമുക്ക് കാണാം. ഒപ്പം തന്നെ ഇടയ്ക്ക കൊട്ടി പാടുന്ന അല്ലെ ഒരു ഗായകനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്കയും മിഴാവും കുറുങ്കുഴലും ഒക്കെ ഇലത്താളവും ഒക്കെ ഇന്ന് നമ്മുടെ കൂടിയാട്ടത്തിന് വാദ്യോപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി പറയാനുള്ളത് ഏത് കലാരൂപത്തെ കുറിച്ചാണ്? കഥകളിയെ കുറിച്ചാണ്. കഥകളി അല്ലെ, ഓപ്ഷനിൽ മിനുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ മിനുക്ക്? എന്തുമായിട്ടാണ് മിനുക്കിന് ബന്ധം? നോക്കിക്കേ, കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ ദൃശ്യ കലാരൂപമാണ് കഥകളി. ശാസ്ത്രക്കളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, അഷ്ടപതിയാട്ടം, ദാസിയാട്ടം, തെരുക്കൂത്ത്, തെയ്യം, തിറ, പടയണി തുടങ്ങിയ ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ ദൃശ്യമാണ്. ഈ പറയുന്ന കലാരൂപങ്ങളെ ഒക്കെ ഉപജീവിച്ചുകൊണ്ടാണ് കഥകളി എന്ന അല്ലെ ഒരു യൂണിവേഴ്സൽ ആർട്ട് ഫോം രൂപം കൊണ്ടത് എന്നാണ്. ഇതാ കഥകളിയുടെ ഒരു ചിത്രം നമുക്ക് കാണാം.
ആൺവേഷവും പെൺവേഷവും കെട്ടിയ രണ്ട് നടന്മാരെയാണ് നമുക്ക് ഇവിടെ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ വിഷയം മറ്റൊന്നാണ് അല്ലെ. നമുക്ക് കഥകളിയിലെ വേഷങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത്. അതിനു മുമ്പ് ആമുഖമായി ഒന്നും കൂടി പറയട്ടെ. 17-ാം നൂറ്റാണ്ടിലാണ് കഥകളി ഉദ്ഭവിച്ചത്. കൊട്ടാരക്കര തമ്പുരാൻ രാമായണത്തെ 8 ദിവസത്തെ കഥയാക്കി വിഭജിച്ച് നിർമ്മിച്ച രാമനാട്ടമാണത്രേ പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത്. 1555-നും 1605-നും ഇടയ്ക്കാണ് രാമനാട്ടം ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു. ലഭ്യമായിട്ടുള്ള അറിവുകളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കൃത്യമായ അറിവ് ലഭ്യമല്ല. ഇനി കഥകളി വേഷത്തിലേക്ക് 5 തരം വേഷങ്ങളാണ് സാധാരണ കഥകളി വേദികളിൽ എത്തുക. ഇവയോരോന്നും കഥാപാത്രങ്ങളുടെ ലിംഗ, സ്വഭാവ, പ്രകൃതി സവിശേഷതകൾ എടുത്തു കാട്ടുന്നവയാണ്. ഏതൊക്കെയാണ് ആ കഥകളിയിലെ 5 തരം വേഷങ്ങൾ? വളരെ വളരെ പ്രധാനപ്പെട്ടത്, പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് പച്ച കരി താടി മിനുക്ക്, പച്ച കത്തി കരി താടി മിനുക്ക്. അങ്ങനെ 5 തരം വേഷങ്ങളാണ് കഥകളിയിലുള്ളത്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ച, പ്രഭുക്കളെയും സാത്വിക സ്വഭാവക്കാരെയും ചിത്രീകരിക്കാനായിട്ട് പച്ച വേഷമാണ് കഥകളിക്ക് നൽകിയിട്ടുള്ളത്. നോക്കിക്കേ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഇന്ദ്രനായിട്ടും കലാമണ്ഡലം കൃഷ്ണകുമാർ നളനായിട്ടും അഭിനയിക്കുന്നതാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. രണ്ടുപേരും പച്ചവേഷങ്ങളാണ്. നളചരിതം 1-ാം ദിവസത്തെ കളിയുടെ ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ കത്തിവേഷത്തിലേക്ക് വന്നാലോ, ഗാംഭീര്യമുള്ള വില്ലൻ കഥാപാത്രങ്ങൾക്കാണ് കത്തിവേഷം നൽകുക. കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ സുഗ്രീവനായിട്ട് അല്ലെ ബാലീവധത്തിൽ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗാംഭീര്യമുള്ള വില്ലൻ കഥാപാത്രങ്ങൾക്ക് കത്തിവേഷം. പിന്നെയോ കരിവേഷം. കരിവേഷം ആരാണ് അണിയുന്നത്? കരിവേഷം സാധാരണ കാട്ടാള സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്. ചില കഥകളികളിൽ ഇത്തരം വേഷം പുരുഷ കഥാപാത്രങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കാട്ടാളന്മാര് കരിവേഷമാണ് കഥകളിയിൽ കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് താടി. താടിക്ക് തന്നെ 3 വകഭേദമുണ്ട്. ഹനുമാൻ വെള്ളത്താടിയാണ് അല്ലെ. മുഖത്ത് കീഴ്ത്താടിയിൽ ചുട്ടിക്ക് പകരം വട്ടത്താടി വയ്ക്കുന്നതാണ് താടിവേഷങ്ങൾ. ഹനുമാൻ വെള്ളത്താടിക്ക് ഉദാഹരണമാണ്. താടിയുടെ വകഭേദം നോക്കിക്കേ, 3 തരം താടികളാണ് പ്രചാരത്തിലുള്ളത്. ഹനുമാൻ, ബാലി, സുഗ്രീവൻ എന്നിങ്ങനെ വാനര കഥാപാത്രങ്ങൾക്കാണ് വെള്ളത്താടി സാധാരണയായി ഉപയോഗിക്കുന്നത്. ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങളുടെ അനുയായികൾക്കുമായിട്ട് ഉപയോഗിക്കുന്നു. കറുത്ത താടി സാധാരണ കാട്ടാളന്മാർക്കാണ് കേട്ടല്ലോ. പിന്നെ കരിയും കാട്ടാളന്മാർക്കാണ്, അതുപോലെ കറുത്ത താടിയും കാട്ടാളന്മാർക്കാണ് കൊടുക്കുന്നത്. പിന്നെ ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങൾക്ക്, വെള്ളത്താടി ഹനുമാനെ പോലെയുള്ള, സുഗ്രീവനെ പോലെയുള്ള, ബാലിയെ പോലെയുള്ള കഥാപാത്രങ്ങൾക്ക്. ഇവിടെ നമ്മൾ ബാലിവധത്തിലെ ഒരു രംഗം കണ്ടിരുന്നു അല്ലെ. അവിടെ ബാലിവധത്തില് സുഗ്രീവൻ ഉഗ്ര ഗാംഭീര്യമുള്ള ഒരു കഥാപാത്രമായിട്ട് വരുന്നത് കൊണ്ടാണ് അവിടെ സുഗ്രീവൻ ഏത് വേഷം കൊടുത്തത്? കത്തിവേഷം കൊടുത്തത് കേട്ടോ. കൺഫ്യൂഷൻ ആകരുതേ. പിന്നെ അടുത്തത് മിനുക്കാണ് അല്ലെ. മിനുക്ക് സുന്ദരികൾക്കും ബ്രാഹ്മണർക്കും സന്യാസികൾക്കുമാണ് മിനുക്കുവേഷം. മിനുക്കുവേഷം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ കാവുങ്കൽ ദിവാകര പണിക്കര് സന്യാസി രാവണനായിട്ട് വന്നിട്ടുണ്ട്. സന്യാസിക്ക് ഏതാ? മിനുക്കുവേഷമാണ്. അതുപോലെ കലാമണ്ഡലം മുകുന്ദനാണ് ഇവിടെ സീതയായിട്ട് അഭിനയിക്കുന്നത്. സീത സ്ത്രീയാണ്, സുന്ദരിയാണ് അല്ലെ. സീതയ്ക്കും എന്ത് തന്നെയാണ്? മിനുക്കുവേഷം തന്നെയാണ്. ഈ രംഗത്ത് കാണുന്ന 2 പേർക്കും മിനുക്കുവേഷമാണ് വിധി. കിട്ടിയല്ലോ. അപ്പൊ പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിപ്പോ നമുക്ക് മനസ്സിലായി. ഇനി ദാരികവധം അല്ലെ. ദാരികനെ കുറിച്ചൊരു സൂചന നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. ദാരികൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? മുടിയേറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഭദ്രകാളി ദാരികനെ കൊല്ലുന്ന ദാരികവധമാണ് മുടിയേറ്റിലെ പ്രമേയം. മധ്യ കേരളത്തിൽ കാളി ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. കുറുപ്പ്, മാരാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന കലയാണ് മുടിയേറ്റ്. ദാരികവധമാണ് പ്രമേയം.
12 മുതൽ 20 വരെ ആളുകൾ വേണം ഈ കഥ അവതരിപ്പിക്കാൻ. കളമെഴുത്ത്, തിരിയൊഴിച്ചില്, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കല് എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാന ചടങ്ങുകൾ. കണ്ടോ? അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. നമ്മുടെ നാന്തി കുറിക്കുക, കേളി കൊട്ടുക, അരങ്ങ് കേളി, അല്ലെ, അങ്ങനെയുള്ള ചടങ്ങുകൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? അതുപോലെ കഥകളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ചോദിച്ചിട്ട് ഏത് കലാരൂപത്തിലേതാണ് ഈ ചടങ്ങ് എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിയേറ്റുമായി ബന്ധപ്പെട്ടും ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വിട്ടുകളയരുത്. അരങ്ങുകേളിയും അരങ്ങ് വാഴ്ത്തലും, പുറപ്പാട്, ദാരികന്റെയും കാളിയുടെയും പുറപ്പാട്, അതുപോലെ ഇവർ തമ്മിലുള്ള യുദ്ധം, ഇത്രയും കാര്യങ്ങളാണ് മുടിയേറ്റിൽ പ്രതിപാദിക്കുന്നത്. തുടക്കത്തിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ കൂടിയാട്ടം ഇടം നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആദ്യമായി ഇടം നേടിയ ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മുടിയേറ്റും യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 2010 ഡിസംബറിലാണ് മുടിയേറ്റിന് അങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചത്. കിട്ടിയല്ലോ? പിന്നെ എന്താ ഉള്ളത്? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. ONV കുറിപ്പിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. 1. ആദ്യ കവിത പൊരുതുന്ന സൗന്ദര്യവും ആദ്യ കവിതാ സമാഹാരം മുന്നോട്ട് എന്ന കൃതിയുമാണ്. 2. അക്ഷരം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 3ാമത്തെ പ്രസ്താവന കാളിദാസന്റെ ജീവിതത്തെ അധികരിച്ച് രചിച്ച കാവ്യമാണ് ശാർംഗക പക്ഷികൾ. 4. 2007 രാജ്യം അദ്ദേഹത്തെ ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? 1, 2, 4 ശരി, 2, 3, 4 ശരി, 2, 4 ശരി, 4 മാത്രം ശരി. ഏതാ ശരിയായ ഉത്തരം? ഉത്തരം ഞാൻ പറയട്ടെ. ദാ നോക്കിക്കേ, ആദ്യ കവിത പൊരുതുന്ന സൗന്ദര്യമല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ആദ്യ കവിതയുടെ പേര് മുന്നോട്ട് എന്നും ആദ്യ കവിതാ സമാഹാരത്തിന്റെ പേര് പൊരുതുന്ന സൗന്ദര്യം എന്നുമാണ്. അപ്പൊ 1ാമത്തെ പ്രസ്താവന തെറ്റ്. 2. അക്ഷരം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അല്ല. അക്ഷരം എന്ന കൃതിക്കാണ് ONV കുറിപ്പിന് എന്ത് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അത് ശരിയാണ്. പക്ഷെ കിട്ടിയത് ONVക്കല്ല, പിന്നെ ആർക്കാ? MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് ഏത്? സേതുവും സുമിത്രയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന കാലം എന്ന നോവൽ. അപ്പോ 2ാമത്തെ പ്രസ്താവനയും തെറ്റ്. 3. കാളിദാസന്റെ ജീവിതത്തെ അധികരിച്ച് രചിച്ച കാവ്യം ശാർംഗക പക്ഷികൾ അല്ല. ശാർംഗക പക്ഷികൾ രചിച്ചത് ONV കുറിപ്പാണ്. പക്ഷേ കാളിദാസന്റെ ജീവിതം പ്രമേയമാകുന്ന കൃതി ഏതാണ്? ഉജ്ജയിനിയാണ് കേട്ടോ. ഉജ്ജയിനിയാണ് ശരിയായ ഉത്തരം. അപ്പൊ 3ാമത്തെ പ്രസ്താവനയും തെറ്റ്. 4. 2007 രാജ്യം അദ്ദേഹത്തെ ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചു. അത് ശരിയായ പ്രസ്താവന. അത് മാത്രമാണ് ശരിയായ പ്രസ്താവന. രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം. അതുപോലെ കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരവും ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറിപ്പിന് ലഭിച്ചത് ഏതു വർഷം തന്നെയാണ്? 2007 തന്നെയാണ് കേട്ടോ. ജ്ഞാനപീഠവും എഴുത്തച്ഛൻ പുരസ്കാരവും ONVക്ക് കിട്ടിയത് 2007 തന്നെ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കാണാം. ONV കുറിപ്പിന്റെ മുഴുവൻ പേരെന്താണ്? മറക്കരുതേ, ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറിപ്പ്. പിന്നെ 1946 15ാം വയസ്സിലാണ് ആദ്യ കവിതയായ മുന്നോട്ട് പ്രസിദ്ധപ്പെടുത്തിയത്. സ്വരാജ്യം എന്ന വാരികയിലാണ് കവിത അച്ചടിച്ചു വന്നത്. ആദ്യ കവിതാ സമാഹാരം 3 വർഷത്തിന് ശേഷം 18ാം വയസ്സിൽ 1949 പുറത്തിറങ്ങി. അതിന്റെ ആദ്യ സമാഹാരത്തിന്റെ പേര് പൊരുതുന്ന സൗന്ദര്യം എന്നാണ്. കിട്ടിയല്ലോ?
പിന്നെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ONV കുറുപ്പിന്റെ ആത്മകഥയുടെ പേര്. നോക്കണേ, മറക്കരുതേ. ONV കുറുപ്പിന്റെ ആത്മകഥയുടെ പേരെന്താ? പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് എന്നാണ് കേട്ടോ. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ആരുടെ ആത്മകഥയാണ്? ONV കുറുപ്പിന്റെ ആത്മകഥയാണ്. അതുപോലെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം എന്നാരംഭിക്കുന്ന ആ കാവ്യം ഏതാണ്? ഭൂമിക്കൊരു ചരമഗീതം. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെന്താ പറയാനുള്ളത്? നോക്കിക്കേ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ONV കുറുപ്പിന് നേടിക്കൊടുത്ത കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ്? അക്ഷരമാണ് കേട്ടോ, അക്ഷരം. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ONV കുറുപ്പിന് കിട്ടിയത് അഗ്നിശലഭങ്ങൾ എന്ന കവിതാ സമാഹാരത്തിനാണ്. പ്രധാനപ്പെട്ടത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ കുറിച്ച് അല്ലെ പഠിച്ചു വെക്കണമെന്ന് പരീക്ഷയിൽ സൂചനയുണ്ട്. ഒരു കാരണവശാലും ഇത് വിട്ടുകളയരുത്. അടുത്തത് കാളിദാസന്റെ ജീവിതം ആധാരമാക്കി രചിച്ച കൃതിയുടെ പേരേതാ? ഉജ്ജയിനിയാണ് കേട്ടോ, ഉജ്ജയിനി. അതുപോലെ ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരത്തിന്റെ പേരാണ് എന്ത്? ഉപ്പ്. ദാ ഇവിടെ കാണാം, 1982 വയലാർ അവാർഡ് ലഭിച്ച കൃതി എന്ന ഉപ്പ് എന്ന കാവ്യ സമാഹാരത്തിന്റെ മുഖചിത്രത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കിട്ടിയല്ലോ. ONV കുറുപ്പിനെ കുറിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ, പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയെ ആധാരമാക്കിയുള്ള ചലച്ചിത്രമേത്? MT വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട ചോദ്യം. ഈ വർഷം എന്തായാലും വരുന്ന PSC പരീക്ഷകളിൽ ഒക്കെ തന്നെയും MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥ എഴുതിയത് MT വാസുദേവൻ നായരാണ്. പിൽക്കാലത്ത് അദ്ദേഹം തന്നെ അത് സിനിമയാക്കുകയുണ്ടായി. സിനിമയ്ക്ക് പക്ഷേ കൊടുത്ത പേര് പള്ളിവാളും കാൽച്ചിലമ്പും എന്നല്ല, പിന്നെ ഏതാണ്? നിർമാല്യമാണോ, കടവാണോ, ഒരു ചെറുപുഞ്ചിരിയാണോ, എന്ന സ്വന്തം ജാനകിക്കുട്ടിയാണോ? ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം നിർമാല്യമാണ്. MT വാസുദേവൻ നായർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമേത് എന്ന് ചോദിച്ചാലും, PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമേത് എന്ന് ചോദിച്ചാലും, പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയെ ആധാരമാക്കിക്കൊണ്ടുണ്ടായ ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെയാണ്? നിർമാല്യം തന്നെയാണ് കേട്ടോ. നിർമാല്യമാണ് ശരിയായ ഉത്തരം. നിർമാല്യം എന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ പിന്നീട് അല്ലെ AI ഒക്കെ സഹായത്തോടു കൂടി പിന്നീട് നിർമ്മിച്ച പോസ്റ്ററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. PJ ആന്റണിയെയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിലെ വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ചതിന്റെ പേരിൽ ഭരത് അവാർഡ് PJ ആന്റണിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ ഇവിടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് 1974 നേടിയ ചലച്ചിത്രമാണ് നിർമാല്യം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. മലയാള സിനിമയിൽ നിന്ന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയതും ആര് തന്നെയാണ്? PJ ആന്റണി തന്നെയാണ്. പ്രസ്താവന ചോദ്യങ്ങളിൽ പ്രതീക്ഷിക്കണം കേട്ടോ. അതുപോലെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രമാണ് കടവ്. അത് സംവിധാനം ചെയ്തതും ആര് തന്നെയാണ്? MT വാസുദേവൻ നായർ തന്നെയാണ്. എന്നാൽ ആ സിനിമയ്ക്ക് ആധാരമായ കഥ ഏതാണ്? കടത്തുതോണിയാണ് കേട്ടോ, കടത്തുതോണി. ആ കഥ എഴുതിയത് പക്ഷെ MT അല്ല, പിന്നെയോ SK പൊറ്റേക്കാട്ടാണ്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്ട് എന്ന SK പൊറ്റേക്കാട്ടാണ് കടത്തുതോണി എന്ന കഥ എഴുതിയത്. ആ കഥയെ ആധാരമാക്കിക്കൊണ്ട് MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? കടവ്. അതിന് മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. കണ്ടോ, കടവ് എന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ദൂരദർശനിലൊക്കെ ഇത് മിക്കവാറും വരാറുണ്ട്. സിനിമ നിർമ്മാണവും തിരക്കഥയും സംവിധാനവും MT വാസുദേവൻ നായർ തന്നെയാണ്. പക്ഷേ സിനിമയ്ക്ക് ആധാരമായ കഥ SKയുടെ കടത്തുതോണിയാണ്. കിട്ടിയല്ലോ. ഇനി ഒരു ചെറുപുഞ്ചിരി MT വാസുദേവൻ നായർ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി. മിഥുനം
രമണ എന്നൊരു എഴുത്തുകാരനുണ്ട്, കന്നഡ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ മിഥുനം എന്ന ചെറുകഥയാണ് MT വാസുദേവൻ നായർ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയാക്കി മാറ്റിയത്. ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ തിരക്കഥയെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ചെറുപുഞ്ചിരിയാണ് ഹൈസ്കൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം അത്തരത്തിലും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എന്നാ സ്വന്തം ജാനകിക്കുട്ടി എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലെ? MT വാസുദേവൻ നായർ എഴുതിയ ഒരു ചെറുകഥയാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. ആ ചെറുകഥയാണ് പിന്നീട് അദ്ദേഹം ഏത് സിനിമയാക്കിയത്? എന്നാ സ്വന്തം ജാനകിക്കുട്ടി എന്ന തിരക്കഥയാക്കിയത്. ആ തിരക്കഥയാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത് എന്നാ സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയായിട്ട് അഭ്രപാളികളിൽ എത്തിയത്. അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോമോൾക്ക് സംസ്ഥാന പുരസ്കാരവും മറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. കഥയും തിരക്കഥയും MT വാസുദേവൻ നായരുടേതാണ്. അതുപോലെ ഗാനരചനയും സംഗീതവും നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. MT വാസുദേവൻ നായർ എഴുതിയ വാനപ്രസ്ഥം എന്ന കഥയെ ആസ്പദമാക്കി B കണ്ണൻ സംവിധാനം നിർവഹിച്ച് 2001 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തീർത്ഥാടനം. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കാരണം മോഹൻലാലിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് വാനപ്രസ്ഥം. അത് സംവിധാനം ചെയ്തത് ഷാജി N കരുണാണ് കേട്ടോ, ഷാജി N കരുണാണ്. ഇത് പക്ഷേ തീർത്ഥാടനം എന്ന സിനിമ അതിന് MTയുടെ ചെറുകഥയായ വാനപ്രസ്ഥവുമായിട്ടാണ് ബന്ധം. അത് മോഹൻലാലിന്റെ അല്ലെങ്കിൽ ഷാജി N കരുണിന്റെ വാനപ്രസ്ഥവുമായിട്ട് തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇവിടെ ചെറിയൊരു പിശക് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് കണ്ണന്റെ ഇനീഷ്യലിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. തീർത്ഥാടനം എന്ന സിനിമ സംവിധാനം ചെയ്തത് GR കണ്ണനാണ് കേട്ടോ, B കണ്ണനല്ല, GR കണ്ണനാണ് തീർത്ഥാടനം എന്ന സിനിമ സംവിധാനം ചെയ്തത്. അതിലും ഈ പറയുന്നത് പോലെ സംഗീതവും ഗാനരചനയും കൈതപ്രത്തിന്റെ തന്നെയാണ്. വാനപ്രസ്ഥം എന്ന കഥയാണ്, എന്നാൽ MTയുടെ ചെറുകഥയാണ് തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായത്. കിട്ടിയല്ലോ. പിന്നെ പറയാനുള്ള കാര്യം വീണ്ടും നമുക്ക് വൊക്കാബുലറി പാർട്ടിലേക്ക് വന്നാൽ താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏതാണ്? ഉരകം, സാരംഗം, ഭൗമം, കുടരം. ഇതിലേതാണ് പക്ഷിയുടെ പര്യായമായിട്ട് പറയാവുന്നത്? ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. ഏതാണ്? സാരംഗമാണ് ശരിയായ ഉത്തരം. പക്ഷിയുടെ പര്യായം സാരംഗമാണ്. അപ്പൊ ബാക്കിയുള്ളവരിലേക്ക് കടക്കുന്നതിന് മുൻപ് സാരംഗം എന്ന വാക്കിന് വേറെയും അർത്ഥമുണ്ട് കേട്ടോ. നോക്കിക്കേ, മാൻ, പക്ഷി, ആന, കൂവളം, കുതിര, ശംഖ്, സിംഹം, കുട, വസ്ത്രം, മേഘം, മയില്, ചന്ദനം, താമര, വേഴാമ്പല്, കുയില്. ഇങ്ങനെ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന പല മൃഗങ്ങൾ, പല പക്ഷികൾ, പല ചെടികൾ, ഇതൊക്കെ പൂക്കൾ, ഇതൊക്കെ മേഘം വരെയുണ്ട്. എന്തായിട്ട്? സാരംഗത്തിന്റെ നാനാർത്ഥമായിട്ട്. ഇപ്പൊ സാരംഗം ചില്ലറക്കാരനല്ല എന്ന് തിരിച്ചറിയുക. ഉരകം എന്ന് പറഞ്ഞാൽ ആരാണ്? ഉരസ് എന്ന് പറഞ്ഞാൽ മാറിടം കൊണ്ട് ഗമിക്കുന്നത് എന്നാണ് ഉരകം എന്ന വാക്കിന്റെ അർത്ഥം. അതാരാ? നെഞ്ചുകൊണ്ട് ഇഴഞ്ഞു നടക്കുന്നത്, അത് പാമ്പിന്റെ പര്യായമാണ്. അപ്പൊ ഭൗമം ഭൂമിയെ സംബന്ധിച്ച എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് ഭൗമം. ജലം, ആകാശം, പ്രകാശം എന്നൊക്കെ ഭൗമം എന്ന വാക്കിന് അർത്ഥമുണ്ട്. കുടരം എന്ന് പറഞ്ഞാൽ ആരാ? കുതിരയുടെ പര്യായമാണ് കുടരം. ഹയം, വാജി, അശ്വം തുടങ്ങിയ പര്യായ പദങ്ങൾ നമുക്കറിയാം. അതിന്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുക, കുടരം. ആരാണ്? കുതിരയാണ്. അടുത്ത ചോദ്യം ഇതാണ്, ശരിയല്ലാത്ത പദം ഇതിലേതാണ്? ഉദ്ദീപനം, ഉപവിഷ്ടൻ, ഉയിർപ്പ്, ഊക്ഷ്മാവ്. ഇതിൽ ശരിയല്ലാത്ത പദം കിട്ടിയോ? ഞാൻ ഉത്തരം പറയട്ടെ. ശരിയായ ഉത്തരം ഊക്ഷ്മാവാണ്. ബാക്കി മൂന്നും ശരിയായ വാക്കുകളാണ്. ഊക്ഷ്മാവ് എന്നുള്ളത് തെറ്റാണ്. ടെമ്പറേച്ചർ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട വാക്ക് ഏതാണ്? അത് ഊഷ്മാവാണ്. ഊഷ്മാവ്.
ഇതാണ് ശരിയായ വാക്ക്. ക എന്ന ശബ്ദം ആവശ്യമില്ല. ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടിവേഷൻ ആണ് അല്ലെ? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദീപനം എന്ന വാക്കിന്റെ അർത്ഥം. ഉപവിഷ്ടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇരിക്കുന്നവൻ എന്നാണ് ഉപവിഷ്ടൻ എന്ന വാക്കിന്റെ അർത്ഥം. ഉയർപ്പ് എന്ന് പറഞ്ഞാൽ ഉയർച്ചയാണ്. കിട്ടിയല്ലോ? വാക്കിന്റെ അർത്ഥമൊക്കെ നമുക്ക് കിട്ടി. ഇതുപോലെ പരീക്ഷയ്ക്ക് നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ചില പ്രയോഗങ്ങൾ നോക്കിക്കേ. പണ്ട് കാലം എന്ന് പ്രയോഗിക്കരുത്. കാരണം പണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു കാലഘട്ടത്തെ കുറിക്കുന്നു. അപ്പോ പണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പാസ്റ്റ് എന്നാണ്. അതൊരു കാലത്തിന്റെ സൂചനയാണ്. പണ്ട് കാലം എന്ന് പ്രയോഗിക്കരുത്. അതുപോലെ പരിതസ്ഥിതി എന്ന് എഴുതുമ്പോ നടുക്ക് വിസർഗ ചിഹ്നം നിർബന്ധമാണ്. ആ രണ്ട് കുത്തുണ്ടല്ലോ, ദുഃഖം എന്നൊക്കെ എഴുതുമ്പോ കാണുന്ന രണ്ട് കുത്ത്, അതിനെയാണ് വിസർഗ ചിഹ്നം എന്ന് വിളിക്കുന്നത്. പരിതസ്ഥിതി എന്ന് എഴുതുമ്പോ ആ ചിഹ്നം നിർബന്ധം. അതുപോലെ പിന്നോക്കം, പിന്നോക്കം എന്നൊരു പ്രയോഗം മലയാളത്തിൽ ഇല്ല. പിന്നെയോ പിന്നിലേക്കുള്ള ആക്കമാണ്, അത് പിന്നാക്കമാണ്. പിന്നോക്കം തെറ്റ്, പിന്നാക്കം ശരി. അതുപോലെ പട്ടിണിയും പ്രാരാബ്ധവും നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലെ? പ്രാരാബ്ധം, രായ്ക്ക് ദീർഘം കൊടുക്കാറുണ്ട്, പാടില്ല കേട്ടോ. പ്രാരബ്ധം എന്നേ ഉള്ളൂ. പ്രാരാബ്ധം എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. അതുപോലെ പ്രസ്താവന എന്ന് എഴുതുമ്പോ കഥ എന്ന് എഴുതുന്ന ധായല്ല, അധികര വർണ്ണമല്ല വേണ്ടത്. പിന്നെയോ പ്രസ്താവന, താമതി കേട്ടോ, പ്രസ്താവന. അതുപോലെ പ്രാസംഗികൻ, പലരും എഴുതിയും പറഞ്ഞും കേൾക്കുന്ന വാക്കാണ് പ്രാസംഗികൻ. അങ്ങനെ ഒരു വാക്കേ മലയാളത്തിൽ ഇല്ല. പ്രസംഗിക്കുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? പ്രസംഗകനാണ്, പ്രാസംഗികൻ അല്ല. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിക്കാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതുപോലെ ബഹുഭാര്യാത്വം എന്നൊരു പ്രയോഗം മലയാളത്തിൽ ഇല്ല. ബഹുഭാര്യത്വം ആണ് ശരിയായ പ്രയോഗം കേട്ടോ. ഭാര്യാത്വം എന്നില്ല. ര്യായ്ക്ക് ശേഷം ദീർഘമില്ല. കിട്ടിയല്ലോ? പിന്നെ യാദൃശ്ചികം അല്ലേ? യാദൃശ്ചികം എന്ന് എഴുതുമ്പോ ചായും ചായും അല്ല ചേരേണ്ടത്. പിന്നെയോ ചായും ചായുമാണ് ചേരേണ്ടത്. രക്ഷകർത്താവ് എന്ന് എഴുതുമ്പോ നമ്മളൊക്കെ പറയാറുള്ളത് അങ്ങനെയാ, രക്ഷകർത്താവ് തെറ്റ്, രക്ഷാകർത്താവ് ശരിയായ പ്രയോഗം. അതുപോലെ സത്യാഗ്രഹം എന്ന് പറയരുത്, സത്യഗ്രഹം എന്നേ പറയാവുള്ളൂ. സത്യത്തെ ആഗ്രഹിക്കലല്ല, സത്യത്തെ ഗ്രഹിക്കൽ അഥവാ ഉൾക്കൊള്ളലാണ് എന്ത്? സത്യഗ്രഹം. അതുപോലെ തന്നെ പണ്ടുകാലം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പറയാൻ പാടില്ലാത്ത ഒന്നാണ് സദാകാലം. ഒന്നുകിൽ സദാ അല്ലെങ്കിൽ എക്കാലവും, അതാണ് ശരിയായ പ്രയോഗം. അതുപോലെ സർവതോന്മുഖം എന്നുള്ളതല്ല ശരിയായ പ്രയോഗം, സർവതോമുഖമാണ്. അവിടെ ന എന്ന ശബ്ദം കേറി വരാൻ പാടില്ല. സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവല്ല, സ്രഷ്ടാവാണ്. സൃഷ്ടി എന്ന് എഴുതുമ്പോ ഇങ്ങനെ എഴുതാം, പക്ഷെ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവല്ല, പിന്നെയോ സ്രഷ്ടാവാണ്. അതുപോലെ പൊതുവിൽ എന്നുള്ള അർത്ഥത്തിൽ സ്വതവേ എന്ന് പ്രയോഗിക്കരുത്, സ്വതേ എന്നേ പ്രയോഗിക്കാവൂ. അതുപോലെ ഹൃദയപൂർവം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട വാക്ക് ഹാർദവമല്ല, ഹാർദമാണ് ശരിയായ പ്രയോഗം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും എല്ലാവരും തെറ്റിച്ചിട്ടുള്ളതുമായ ചില പ്രയോഗങ്ങളാണ്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. വിത്തിൻ ആൻ ഏസ് ഓഫ് ഡിഫീറ്റ് എന്നുള്ളതിന്റെ ശരിയായ തർജ്ജമ ഏതാണ്? വിത്തിൻ ആൻ ഏസ് ഓഫ് ഡിഫീറ്റ്, അവസാനത്തെ ആശയം കണ്ടു, പരാജയത്തിന്റെ വക്കിൽ, അപകടകരമായ കാര്യത്തെ പെട്ടെന്നുള്ള പ്രതികരണം ഭയന്ന്. ഇതിലേതാണ് ശരിയായ പരിഭാഷ? മാറിപ്പോകരുത്, തെറ്റിക്കരുത്. വിത്തിൻ ആൻ ഏസ് ഓഫ് ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ പരാജയത്തിന്റെ വക്കിൽ എന്നാണ് പ്രയോഗത്തിന് അർത്ഥം കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചോദിച്ചിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആകാത്ത ചില ശൈലികൾ, ഇംഗ്ലീഷിലെ ഇഡിയംസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ തർക്കത്തിനുള്ള കാരണമാണ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരമാണ്. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞാലോ ഓർക്കാപ്പുറത്തെ ആഘാതമാണ്. എ ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഭീരുവാണ്. ആ ധൈര്യമില്ലാത്തവനെയാണ് ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ എന്ന് പറയുന്നത്.
ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമ പ്രശ്നം അഥവാ ഊരാക്കുടുക്ക്, അതിനെയാണ് ഗോഡിയൻ നോട്ട് എന്ന് പറയുന്നത്. മാൻ ഇൻ എ തൗസൻഡ്, 1000-ൽ ഒരുവനാണ്, വിശിഷ്ടനായ വ്യക്തിയാണ് മാൻ ഇൻ എ തൗസൻഡ്. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഫല ശ്രമമാണ്. ഒരുപാട് എത്ര പരിശ്രമിച്ചാലും കിട്ടാത്ത ഒന്നിനെയാണ് എന്ത് പറയുന്നത്? വിഫല ശ്രമം അല്ലെങ്കിൽ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അവസാനമായിട്ടല്ലേ, ഒരുപാട് നേരമായി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒറ്റപ്പദമാക്കിയാൽ ശരിയല്ലാത്തത് ഏതെല്ലാം? ബുദ്ധനെ സംബന്ധിച്ചത് ബൗദ്ധം, ശിഥിലമായത് ശൈഥില്യം, 3 തിലത്തിൽ നിന്നുള്ളത് തൈലം, വരത്തെ ദാനം ചെയ്യുന്നവൾ വരദ. ഇതിൽ ശരിയല്ലാത്തത് ഏതെല്ലാം എന്നാണ് ചോദ്യം. 1, 2, 3 ആണോ? 3, 4 ആണോ? 1, 3, 4 ആണോ? അതോ എല്ലാം ശരിയാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ ഉത്തരത്തിലേക്ക് കടക്കട്ടെ. ഉത്തരം ഇതാണ്, എല്ലാം തന്നെ ശരിയാണ്. ബുദ്ധനെ സംബന്ധിച്ചത് എന്താണ്? ബൗദ്ധമാണ്. ബുദ്ധിയെ സംബന്ധിച്ചതാണ് എന്ത്? ഭൗതികം, അല്ലെ? ബുദ്ധിയെ സംബന്ധിച്ചത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? ഭൗതികമാണ് കേട്ടോ. അത് ബുദ്ധനെ സംബന്ധിച്ചത് ബൗദ്ധവുമാണ്. കിട്ടിയല്ലോ? പിന്നെ ശിഥിലമായത് ശൈഥില്യമാണ്. സർവവും ശിഥിലമാകുന്നു. ചിനു അച്ചേബെ, അല്ലെ, നോബൽ സമ്മാന ജേതാവായ ചിനു അച്ചേബയുടെ വളരെ പ്രസിദ്ധമായ നോവലാണ് ഏത്? തിങ്സ് ഫാൾ എപ്പാർട്ട്. തിങ്സ് ഫാൾ എപ്പാർട്ടിന്റെ മലയാള പരിഭാഷയാണ് എന്ത്? സർവവും ശിഥിലമാകുന്നു. തിലത്തിൽ നിന്നുള്ളത് തൈലം, അല്ലെ? തിലം എന്ന് പറഞ്ഞാൽ എന്താ? എള്ള്. എള്ളിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? എള്ളെണ്ണ ഉണ്ടാക്കുന്നത്. ഇപ്പൊ തൈലം എന്ന് പറഞ്ഞാൽ ഓയിലിന്റെ മലയാളമായിട്ട് അല്ലെങ്കിൽ എണ്ണയുടെ പര്യായമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. എല്ലാ എണ്ണകളും നമുക്കിന്ന് തൈലമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എള്ളിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ടാണ് എള്ളെണ്ണയെ തൈലം എന്ന് വിളിച്ചു പോരുന്നത്. വരത്തെ ദാനം ചെയ്യുന്നവൾ ആരാണ്? വരദയാണ്. വരദ. കിട്ടിയല്ലോ? അപ്പൊ എല്ലാ ഒറ്റപ്പദങ്ങളും ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ചില ഒറ്റപ്പദങ്ങൾ കൂടി നോക്കിക്കേ. ഇപ്പോൾ ഉള്ളത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? അധുനാതനം. പുരാതനം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് പ്രാചീനവും ഉപയോഗിക്കാം, അധുനാതനം എന്ന വാക്കും ഉപയോഗിക്കാം. അനിയന്ത്രിതം, നിയന്ത്രിക്കാൻ കഴിയാത്തത് നിയന്ത്രിതം അല്ല, അനിയന്ത്രിതമാണ്. നിയന്ത്രണാതീതം എന്നും പറയാം കേട്ടോ. നിയന്ത്രണാതീതം, നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ളത്, നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥത്തിൽ നിയന്ത്രണാതീതം എന്ന് പ്രയോഗിക്കാറുണ്ട്. നിയന്ത്രണ വിധേയം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്നാണ് അർത്ഥം. അതുപോലെ മുഖത്തിന് നേരെ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? അഭിമുഖം. ഇന്റർവ്യൂ ആയിട്ടാണ്, അല്ലെ? ഇന്റർവ്യൂ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. വാക്കിനെ വിഭജിക്കേണ്ടത് അല്ലെങ്കിൽ വിഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? മുഖത്തിന് നേരെ എന്നാണ്. അപ്പോ അവിഭാജ്യം എന്ന് പറഞ്ഞാലോ വിഭജിക്കാൻ കഴിയാത്തതിനെയാണ് എന്തു പറയുന്നത്? അവിഭാജ്യം എന്ന് പറയുന്നത്. അവിഭക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജിക്കാത്തത്. വിഭജിക്കാത്തത് എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? അവിഭക്തം. കിട്ടിയോ? ആത്മീയം എന്ന് പറഞ്ഞാലോ ആത്മാവിനെ സംബന്ധിച്ചത്. ആത്മികം എന്ന് പറഞ്ഞാലോ ആത്മത്തെ, അവനവനെ സംബന്ധിച്ചത്, തന്നെ സംബന്ധിച്ചത് എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് ആത്മികം. ആത്മികം എന്ന് പറയുമ്പോ വള്ളിക്ക് ദീർഘമില്ല. ആത്മീയം എന്ന് പറയുമ്പോൾ വള്ളിക്ക് ദീർഘമുണ്ട്. വ്യത്യാസം മനസ്സിലാക്കുക. ആനുകാലികം എന്ന് പറഞ്ഞാൽ കാലമനുസരിച്ചുള്ളത് എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് ആനുകാലികം. ഒരേ കാലത്തിലുള്ളത് എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് സമകാലികം. മാറിപ്പോകരുത് കേട്ടോ. ആമൂലാഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വേര് മുതൽ തലപ്പ് വരെ എന്നാണ് പ്രയോഗത്തിന്റെ അർത്ഥം. അതുപോലെ ആപാദചൂടം. ആപാദചൂടം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? പാദം മുതൽ ശിരസ് വരെ. അപ്പൊ പാദം മുതൽ ശിരസ് വരെ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? ആപാദചൂടം. വളരെ വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ സമയം ഇത്തിരി അതിക്രമിച്ചു. എന്നിരുന്നാൽ പോലും
പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എന്ന നിലയ്ക്ക് ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.